இப்போ ஒரு ஹஸ்பண்ட் ஒரு வைஃப் அதுக்கு மேலே நிறைய அஃபேர்ஸ் എനിക്കാ இருக்கா? ഒരിക്കലല്ല. ഇപ്പം ഞാൻ കണ്ടു വളർന്നത് എൻ്റെ ഫാദർ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. ഒരു പരിധിവരെ ഞാനും അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ആണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹീസ് എ ലവബിൾ ഫാദർ, ബട്ട് ഓൾവേസ് ഹീ കീപ്സ് എ മെയിൽ ഡോമിനിസം. അത് ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. സോ അതുകൊണ്ട് യു ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ് അല്ലേ? അങ്ങനെ ആവരുതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ ഭയങ്കര മെയിൽ ഡോമിനൻസ് ഉള്ള ആളാണ്. ഇപ്പം എന്നാൽ സ്നേഹമുള്ള ആളുമാണ് സെയിം ടൈം. ബട്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഷോവനിസം കൂടുതലാണ്, മെയിൽ ഷോവനിസം കൂടുതലാണ്. അപ്പം അത് കണ്ടുകൊണ്ട് അപ്പം നമുക്ക് തന്നെ അത് അങ്ങനെ ആവരുത് എന്നുള്ള ഒരു വലിയ തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. കാരണം പിന്നെ എവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളായി പോകാറായിരിക്കും. പക്ഷെ എവിടെ നമ്മളുടെ ഈഗോ ഹർട്ട് ചെയ്ത് ഇത് എന്നാലും ഞാൻ മാക്സിമം സംയമനം പാലിക്കാറുണ്ട്. ബട്ട് ചിലപ്പോഴൊക്കെ ആയി പോകാറുണ്ട്. നമ്മളെ എന്താ പറയില്ല ബ്ലഡിൽ ചിലപ്പോൾ അത് സാധനം ഉള്ളതുണ്ടാവാം. അങ്ങനെ പൂർണ്ണമായി. എത്ര കൂടെ പിറந்த എനിക്കൊരു തമ്പിതാ ഇருக்கு. തമ്പി അരമ തമ്പി. അത് എൻ്റെ ഫാദർ സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോലിയാണ്. അച്ഛൻ വാട്ടർ അതോറിറ്റിയിൽ നല്ലൊരു പോസ്റ്റിലായിരുന്നു. അപ്പോൾ ജോലി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ബട്ട് ഞാൻ അനിയനാണ് ജോലി കൊടുത്തത്. അപ്പോൾ എൻ്റെ അത്രയ്ക്ക് ഇഷ്ടമുള്ള അനിയനാണ്. അതാണ് എൻ്റെ. എത്ര കുട്ടികളാണ്? എനിക്കൊരു മോളേ ഉള്ളൂ. മോള്? ഒരേ മോളേ. എന്താ പഠിക്കുന്നത്? 10th പഠിക്കുന്നത്. പക്ഷെ നിന്നെ കണ്ട 10th പഠിക്കുന്ന മോളോട് അച്ഛന്ന് പറയാൻ പറ്റില്ലപ്പാ. അത് ലുക്കിംഗ് വെരി യങ്. താങ്ക് യു. അത് ഞാൻ വളരെ നേരത്തെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ ഫാദർ മരിച്ചു. എൻ്റെ 22nd ഇയറിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ 23rd ആയപ്പോൾ തന്നെ അമ്മ എൻഗേജ് ചെയ്യിപ്പിച്ചു. നല്ല നടപ്പായിരുന്നുകൊണ്ട് പെട്ടെന്ന് വിളിച്ച്. ഞാൻ സെറ്റിൽഡ് ആയിരുന്നു. ഇവിടെ ഫാമിലി കുഴപ്പമില്ല, വെൽ ഓഫ് ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് അമ്മ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് എൻഗേജ് ചെയ്യിപ്പിച്ചു. 24 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. 25 വയസ്സിൽ മോളുടെ അച്ഛനാണ്. അപ്പോൾ എല്ലാം ഇമ്മീഡിയറ്റ് ആയിരുന്നു. അപ്പം യങ് ആയിരുന്ന സമയത്ത് കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോഴും യങ് ആയിട്ടിരിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല. മനസ്സിൽ എന്താ ഒരു ഇതുമില്ല. യു ഡോണ്ട് ഹാവ് ബാഡ് തിങ്സ് ഇൻ യുവർ ഹാർട്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും നമുക്ക് മോളുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതന്നെ എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് പുറത്ത് കൊണ്ടുവരണം. കാരണം ഇതൊക്കെ ചോദിച്ചത് മുകേഷ് ഗേൾസ്, മുകേഷ് മദ്യം അല്ലേ? ഞാൻ ഫസ്റ്റ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ വേണ്ടിയാണ് ഞാൻ അതൊക്കെ നിന്നെ കേട്ടത്. സോ വെൻ യു ഹാവ് എ ഗേൾ ചൈൽഡ്, അപ്പോൾ ഒരിക്കലും യു കെ നോട്ട് ലുക്ക് അറ്റ് അനദർ വുമൻ ഇൻ എ റോങ് വേ. അതാണ് യു ഷുഡ് ഓൾ നോ അബൌട്ട് മുകേഷ്. മോളെന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും എല്ലാ ദിവസവും ലോകത്ത് എവിടെയായിരുന്നാലും നമ്മൾ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും, കാണും. അപ്പോൾ അത്രയും ഡിയറസ്റ്റ് ആണ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മോളാണ്. പിന്നെ എന്നെപ്പോലെ തന്നെയാണ്, അത്യാവശ്യം ബബിളിയാണ്. പിന്നെ പഠിക്കാനും വളരെ മോശമാണ്. ഈ പറയുന്നത് ഞാനും പഠിക്കാൻ വളരെ മോശമാണ് സ്കൂൾ ടൈമിൽ. ഞാനും പക്ഷേ വെൻ ടു PG ഒക്കെ ആയപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ബട്ട് അത് ഞാൻ അതിൻ്റെ ഫ്ലോയ്ക്ക് അങ്ങ് വിട്ടിരിക്കുകയാണ്. മാത്സിനൊക്കെ ഈ പറയുന്ന 2 മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറയാം, അതൊക്കെ പറയരുത്. ഞാൻ 1/2 മാർക്കാണ് മേടിച്ചത്. അപ്പം പിന്നെ ഞാൻ 1/2 മാർക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ആ സെയിം ഞാൻ തന്നെ 10th ഫൈനൽ എക്സാമിന് 91 മാർക്സ് മേടിച്ചു ഔട്ട് ഓഫ് 100. പഠിക്കും. അത് ഇപ്പോൾ ഒരു ഏജ് അല്ലേ, അഡൾസൻസിൽ. അതുകൊണ്ട് ഞാൻ എന്നെക്കാളും ബെറ്റർ ആണ്. പക്ഷേ ലക്കി ചൈൽഡ് അല്ലേ മുകേഷിൻ്റെ പോലെ ഒരു അച്ഛൻ കിട്ടാൻ. ഷീസ് എ ലക്കി ചൈൽഡ്. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത്, ഭയങ്കര സ്നേഹമാണ്. എല്ലാ ദിവസവും വിളിക്കും, എവിടെയാണെങ്കിലും വിളിക്കും. അത് കമ്പൾസറി ആണ്. ഞാൻ വിളിച്ചില്ലെങ്കിൽ അതിൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും. വൈഫ് ഹൗസ് വൈഫാണ്. മോളുടെ കൂടെയാണ് എപ്പോഴും. പുള്ളിക്കാരിക്കും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരണം, അങ്ങനെ മോൾക്കും അങ്ങനെ വലിയ ഒരു താല്പര്യമില്ല. ഒരു രണ്ടുപേരും അവരുടേതായ ഒരു പ്രൈവസിയിൽ കീപ്പ് ചെയ്ത് പോകുന്നു. മോള് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ച് ആക്റ്റീവാണ്. വൈഫ് ഈവൻ ഷീ ഡോണ്ട് ഹാവ് എ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം, ഒന്നുമില്ല. ആകെ TV കാണും. പിന്നെ മോളുടെ ഫോണിൽ നിന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണും, വിമർശിക്കാറുണ്ട്. നമ്മുടെ കുട്ടി എന്തെങ്കിലും അച്ഛാ എന്തിനാ ഇത് ഇങ്ങനെ ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ട് അതിനൊക്കെ ഒന്നും പറയാറില്ല. പുള്ളിക്കാരി വലിയ ഇഷ്ടമാണ്. മേ ബി നമ്മൾ അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും എന്നെ ഇതുവരെ ഒരു അങ്ങനത്തെ വീഡിയോസ് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ദേ നോസ് മീ വെരി വെൽ എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ഹിപ്പോക്രസി കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോൾ വീട്ടിലായാൽ പോലും ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഹെൽത്തി ഡ്രിങ്കിങ് ആയതുകൊണ്ട് 2 ഡ്രിങ്ക് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനെപ്പോഴും മോളോട് പോലും തമാശയ്ക്കാണെങ്കിലും പറയും, നിനക്ക് എന്തെങ്കിലും 2 അടിക്കണമെന്ന് തോന്നിയാൽ എന്നോട് പറയണം, ഞാൻ തരാം, ഐശ്വര്യമുള്ള കൈയാണ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ആരും കൊടുത്ത് അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന നമ്മൾ വളരെ സോഷ്യൽ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്നൊരു ഫാമിലി ആയതുകൊണ്ട്
ഇവർക്ക് ആർക്കും അതിലും ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഞാൻ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഞാൻ വളരെ മിതമായി കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരും ഓക്കെയാണ് എല്ലാ കാര്യങ്ങളോടും. പിന്നെ എൻ്റെ കൂടെ റീൽസ് ചെയ്യുന്ന പല കുട്ടികളും എല്ലാവരും വീട്ടിലൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ പ്രാർത്ഥന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പിന്നെ അൻസി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് ഭയങ്കര, എൻ്റെ മോളെ വിളിക്കും, അമ്മയെ വിളിക്കും, അവരെല്ലാവരും സംസാരിക്കുന്ന ആൾക്കാരാണ്. അമ്മ ചിലപ്പം ഷൂട്ടിന് പോകുമ്പം ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തന്നു വിടും. അങ്ങനെയൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ഷൂട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നു വിടും. അപ്പോൾ ചോദിക്കുന്ന ആരൊക്കെ ഉണ്ട് ഷൂട്ടിനെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇന്ന ആൾക്കാരാണ്, അപ്പം അവർക്കും കൂടെ ഫുഡ് തന്നു വിടും. അപ്പം അങ്ങനെ ഇതെല്ലാം അവരെ വീട്ടിലുണ്ടാക്കി തന്നു വിടുന്നില്ല, വൈഫ് എല്ലാവരും ഉണ്ടാക്കുന്നില്ല. അപ്പം അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ലൈക്ക് എ ഫാമിലി. ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇവരുമായിട്ട് അങ്ങനെ ഒരു ഇമോഷണലി ഞാൻ എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്. അവർ തന്നെ ഒരു കാര്യം വന്നാൽ എന്നോട് വിളിച്ച് പറയാം, അവർക്കൊരു പ്രോബ്ലം വന്നാലും പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് ആരോ ഒരാൾ മോശമായിട്ട് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇൻബോക്സിൽ പോയി സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു. അപ്പോൾ എന്ന് പറയുന്ന കണക്ക് ഒരു എന്താ പറയുക, അവർക്കൊരു പാരൻറ്റിങ് പോലെ പോലും എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, നമ്മളിവിടെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അത്രയ്ക്ക് ഒരു ട്രസ്റ്റബിൾ ആൾക്കാരാണ്. ബിക്കോസ് യു ആർ ട്രസ്റ്റ് വർത്തി. അതല്ലേ നമുക്ക് അങ്ങനെ തന്നെ. ഇപ്പോൾ നീ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഇതൊക്കെ പറയില്ല. നിനക്ക് എൻ്റെ വിഷയം, എൻ്റെ ഫാമിലി വിഷയം എല്ലാം അറിയില്ലോ. പക്ഷെ എൻ്റെ മേലെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, പോക്സോ കേസ് എന്നൊക്കെ. ആൻഡ് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ ഒരു സ്കൂൾ റീഓപ്പണിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. സോ അപ്പോൾ ഒരു പെരിയ കലവരം, പെരിയ പ്രോബ്ലം ആയില്ലേ. എല്ലാവരും എങ്ങനെ ഒരു പോക്സോ കേസ് പ്രതിയല്ല, അക്യൂസ്ഡ് ആണ്. ഇപ്പോഴും നമ്മളുടെ ഒരു ലീഗൽ ടേംസ് എന്ന് പറയുന്നതിൽ ഇപ്പം നാളെ ഇഫ് ഐ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് യു ആർ ഓൾസോ എ പ്രതി അക്യൂസ്ഡ്. അതാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്ന സമയത്ത് എനിക്കെതിരെ ഒരു വ്യാജമായ കേസ്, അത് കോടതി പോലും ഞാൻ ബെയിലിന് അപ്ലൈ ചെയ്ത് വിത്തിൻ 1 വീക്ക് എനിക്ക് ബെയിൽ തന്നു. 1 വീക്ക് മീൻസ് ഫസ്റ്റ് ഹിയറിംഗ്, പിന്നെ കേസ് ഡയറി പരിശോധിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൾസ്ലി അലീഗ്ഡ് ആൻഡ് ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ബെയിൽ തന്നത്. അനാവശ്യമായി വലിച്ചഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ. നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നു, ഒരു സാധാരണക്കാരനും എല്ലാവർക്കും ഇന്ന് ആശ്വാസമായിട്ടുള്ള ഒരൊറ്റ സാധനം നമ്മുടെ രാജ്യത്തുള്ളത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വലിയ സത്യമുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി അവർ ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മുമ്പൊക്കെ ഞാനിത് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ വെറുതെ ഡയലോഗാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വന്നപ്പം ആ നിയമമാണ് നമ്മൾ, കാരണം ആ നിയമത്തിനറിയാം ആര് കുറ്റവാളിയാണ്. കാരണം അത് പൂർണ്ണമായി പരിശോധിച്ചിട്ടാണ്. അപ്പം എൻ്റെ ഒരു കേസിൽ വന്നപ്പം വിത്തിൻ 1 വീക്ക് എനിക്ക് ബെയിൽ നിന്ന് ഞാൻ എന്നെ പഴയതുപോലെ ആക്റ്റീവ് സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് വരുന്നു. ഞാൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേക്ക് കേസ് വന്നു, അത് പോലീസ് അന്വേഷിച്ചു, അത് വ്യാജമാണെന്ന് കോടതിക്ക് മനസ്സിലായി, ബെയിൽ തന്നു. പക്ഷേ അതിനുശേഷവും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ആ സമയത്ത് വരുന്നില്ല. അതിനുശേഷവും എന്നെ സ്കൂളുകളിൽ വിളിക്കുന്നു, കോളേജുകളിൽ വിളിക്കുന്നു, ഇനോഗ്രേഷൻ പ്രൊമോഷൻസ് എല്ലാം തകൃതിയായിട്ട്. കാരണം പീപ്പിൾ ആർ നോട്ട് ട്രസ്റ്റിങ് ഇറ്റ്. എല്ലാവർക്കും അറിയാം ഇത് ഫേക്ക് ആയതുകൊണ്ട്, കോടതി ബെയിലൊക്കെ തന്നുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനും വിളിക്കുന്നു, ഞാൻ പോകുന്നു. അങ്ങനെയാണ് ഈ സ്കൂളിൽ വിളിക്കുന്നത്. ഈ സ്കൂളിൽ വിളിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ഫംഗ്ഷൻ നടത്തിയ ആൾക്കാരും ഇങ്ങനെ നിർബന്ധിച്ച് വിളിച്ച്, എനിക്കന്ന് 4 പ്രോഗ്രാമുള്ള ദിവസമാണ്. ഞാൻ വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോയി അത് അറ്റൻഡ് ചെയ്തു. ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു. അപ്പോൾ അലിഗേഷനായി. ഇപ്പം എനിക്കെതിരെ ഈ വ്യാജ കേസ് കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അത് വീണ്ടും വലിയ അലിഗേഷനാക്കി. അപ്പോൾ അത് ഒരു പക്ഷേ അതെന്താണ് എനിക്കെതിരെയുള്ള കേസ് എന്താണെന്ന് പോലും ആൾക്കാർ, കാരണം ഒരു ഫോട്ടോഷൂട്ടിൽ ഞാൻ പോയി അഭിനയിച്ചതാണ് കേസ്, അത്രേ ഉള്ളൂ. പക്ഷേ വലിയ വിവാദങ്ങളുണ്ടാക്കി അതിലൂടെ വീണ്ടും താഴത്തോട്ട് വലിച്ചിടാൻ ഉള്ള വലിയ ശ്രമം നടന്നു. പക്ഷേ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഡ്രിവൺ ഫോഴ്സായിട്ട് മാറിയതേ ഉള്ളൂ. ഒഴുക്കിനെതിരെ നീന്താനും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവത്തേ ഉള്ളൂ. ഇപ്പോഴും ഈ ഓണത്തിന് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഏറ്റവും അധികം ഇനോഗ്രേഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് ചെയ്ത ഇൻഫ്ലുവൻസർ ഞാനായിരിക്കും. കാരണം ഒരു ദിവസം 3-4 ഷൂട്ടാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പം അത്രയും ആൾക്കാരിലേക്ക് നമുക്ക് ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ ഒരു സ്നേഹം നമുക്കുള്ളത് കൊണ്ടാണ് ബ്രാൻഡുകൾ നമ്മളെ വിളിക്കുന്നത്. നമ്മൾക്കെതിരെ ഇത് പ്രവർത്തിച്ച ആൾക്കാർ ആഗ്രഹിച്ചത് എന്താണ്? പുള്ളിയെ ഇനി ഒരു ഇനോഗ്രേഷന് വിളിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പം പുള്ളിയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ
പുള്ളിയെ മറ്റ് ബ്രാൻഡുകൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊമോഷൻസ് ഇനോഗ്രേഷൻസിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടണം എന്നുള്ള ആഗ്രഹിച്ച അങ്ങനെ ഒരു കൂട്ടം കുറച്ച് ആൾക്കാർ ചെയ്തതാണ്. പക്ഷേ അതിനൊക്കെ അവർ ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കാരണം മറിച്ചാണ് ഒരു പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്താകുമെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഞാനൊരു മനുഷ്യനല്ലേ.